നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംഗ്രഹം 4-ാം ഭാഗം. ടോപ്പിക്: പ്രവാചകത്വപൂർവ്വ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനന്യസാധാരണമായ സ്വഭാവവിശേഷ ഗുണങ്ങളുടെ ഉടമയായിരുന്നു. അദ്ദേഹം പ്രസന്നനും ഉയർന്ന ചിന്തയും ആർജവവുമുള്ളയാളായിരുന്നു. മൗലിക ചിന്തയും ഗ്രാഹ്യശേഷിയും അവക്രമായ ലക്ഷ്യവും മാർഗവും തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. സുദീർഘമായ മൗനത്തിലൂടെ അനുസ്യൂതം ചിന്തിക്കുകയും കാര്യങ്ങളുടെ പൊരുൾ കണ്ടെത്തുകയും ചെയ്യും. പ്രത്യുൽപ്പന്നമതിത്വമുള്ള തൻ്റെ ധിഷണ കൊണ്ടും തെളിഞ്ഞ പ്രകൃതി കൊണ്ടും ജീവിതത്തിൻ്റെ ഏടുകളും മാനവികതയുടെ പ്രശ്നങ്ങളും അദ്ദേഹം ചികഞ്ഞു പഠിക്കുമായിരുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്ന് തികഞ്ഞ ഉൾക്കാഴ്ചയോടെ ജനങ്ങളുടെ കൂടെ ജീവിച്ചു. നന്മ കണ്ടാൽ സഹകരിക്കും, ഇല്ലെങ്കിൽ തൻ്റെ ഏകാന്തതയുടെ സുഗന്ധച്ചെപ്പിലേക്ക് ഒതുങ്ങും. മദ്യസേവ നടത്തുകയോ പ്രതിഷ്ഠകളിലെ ബലിമാംസം ഭുജിക്കുകയോ വിഗ്രഹപൂജ ആഘോഷങ്ങളിൽ പങ്കുചേരുകയോ ചെയ്തിട്ടില്ല എന്നു മാത്രമല്ല, തുടക്കത്തിലെ ഈ മിഥ്യാ ദൈവങ്ങളിൽ നിന്ന് അകന്നും അറച്ചുമാണ് അദ്ദേഹം കഴിഞ്ഞു വന്നത്. ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ സത്യം ചെയ്യുന്നത് കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. സംശയമില്ല, അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. ചില ഭൗതിക സുഖങ്ങളിലേക്കും അനഭിലഷണീയമായ ആചാര സമ്പ്രദായങ്ങളിലേക്കും എത്തിനോക്കാൻ മനസ്സ് കൊതിച്ചപ്പോൾ ദൈവിക സംരക്ഷണം അദ്ദേഹത്തിനും അവയ്ക്കുമിടയിൽ തിരശീല വീഴ്ത്തുകയാണ് ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി ഇബ്നു അഥീർ രേഖപ്പെടുത്തുന്നു: ജാഹിലിയക്കാരുടെ ആചാരങ്ങളോട് 2 തവണ മാത്രമാണ് എനിക്ക് താല്പര്യം തോന്നിയത്. അപ്പോഴെല്ലാം അള്ളാഹു എൻ്റെ താല്പര്യത്തിനും അവയ്ക്കുമിടയിൽ മറയിടുകയാണ് ചെയ്തത്. അതിനുശേഷം അള്ളാഹു പ്രവാചകത്വം മുഖേന എന്നെ ആദരിക്കുന്നതുവരെ അത്തരമൊരു കാര്യവും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ എൻ്റെ കൂടെ ആടുമേച്ചിരുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു: നീ എൻ്റെ ആടുകളെ അല്പനേരം നോക്കുക, എന്നാൽ എനിക്ക് മക്കയിൽ ചെന്ന് രാഖത പറയുന്ന യുവാക്കളുടെ കൂടെ കഴിച്ചുകൂട്ടാമല്ലോ. അവൻ നോക്കാമെന്നേറ്റു. ഞാൻ മക്കയിൽ പ്രവേശിച്ച ഉടനെ ഒരു വീട്ടിൽ നിന്ന് വാദ്യമേളങ്ങളുടെ ശബ്ദം കേട്ടു. അന്വേഷിച്ചപ്പോൾ അതൊരു കല്യാണമാണെന്നറിഞ്ഞു. ഞാനത് കേൾക്കാനായി അവിടെ ഇരുന്നു. അപ്പോൾ അള്ളാഹു എൻ്റെ നയനങ്ങൾ അടച്ചു കളഞ്ഞു. ഞാൻ ഉറങ്ങുകയും ചെയ്തു. സൂര്യതാപമാണ് പിറ്റേ ദിവസം എന്നെ ഉണർത്തിയത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങി. ഉണ്ടായ കാര്യം അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. പിന്നെയും മറ്റൊരു രാത്രിയും ഇതുപോലെ സംഭവിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നു: കഅബയുടെ പണി നടക്കുമ്പോൾ നബിയും അബ്ബാസും കല്ല് ചുമക്കാൻ സഹായിച്ചു. അബ്ബാസ് നബിയോട് പറഞ്ഞു: നിന്റെ തുണി അഴിച്ച് ചുമലിൽ വയ്ക്കുക, അതാണ് കല്ല് ചുമക്കാൻ സൗകര്യം. ഉടനെ അദ്ദേഹം നിലം പതിച്ചു. കണ്ണുകൾ ആർത്തിയോടെ വിണ്ണിലേക്കുയർന്നു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ പിറുപിറുക്കുന്നു. എൻ്റെ തുണി, എൻ്റെ തുണി. അങ്ങനെ അദ്ദേഹത്തെ തുണി ഉടുപ്പിച്ചു. ഇതിൽ പിന്നെ തിരുമേനി അദ്ദേഹത്തിൻ്റെ നഗ്നത ഒരിക്കലും വെളിവാക്കിയിട്ടില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വശ്യമധുരവും ഉന്നതവുമായ സ്വഭാവത്താൽ തൻ്റെ ജനതയിൽ വ്യതിരിക്തനായിരുന്നു. മനുഷ്യത്വം, സൽസ്വഭാവം, സഹകരണം, വിവേകം, സത്യസന്ധത, മൃദുല മനസ്കത, മാന്യത, ഗുണതൽപരത, കർമ്മവിശുദ്ധി, കരാർ പാലനം, വിശ്വസ്തത തുടങ്ങിയ മാന്യ സ്വഭാവങ്ങളുടെ വിളനിലമായിരുന്നതിനാൽ ജനങ്ങൾ അദ്ദേഹത്തെ ആദരപൂർവ്വം വിളിച്ചത് അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. വിശ്വാസികളുടെ മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞതത്രേ ശരി. അദ്ദേഹം പ്രയാസങ്ങൾ ഏറ്റെടുക്കും, അശരണരെ സഹായിക്കും, അതിഥികളെ സൽക്കരിക്കും, വിപത്തുകളിൽ സഹായിക്കും.